ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റെനോയുടെ ക്യാപ്ചറാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയോട് കൂടി ഇറക്കിയ ഒരു വണ്ടിയാണിത്. ഇത് ഓടിച്ചിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് ഇത് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ അടുത്ത് വന്നേക്കുന്നത് റെനോയുടെ ഒരു ക്യാപ്ചർ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബിലൂടെയാണ് ഇത് നമ്മുടെ അടുത്ത് വന്നേക്കുന്നത്. ഇതിന് കുറച്ച് സസ്പെൻഷൻ സംബന്ധമായിട്ടുള്ള വർക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ കമ്പോണൻസ് മാറ്റിയേക്കുന്ന കമ്പോണൻസ് ആണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓരോ കമ്പോണൻസിൻ്റെ പേരും അതിൻ്റെ കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്തൊക്കെ രീതിയിലുള്ള പ്രോബ്ലംസ് വരും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാണുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രട്ട് എന്നറിയപ്പെടും. അതായത് ഫ്രണ്ട് ഷോക്ക് അബ്സോർവറിൽ വരുന്ന സ്ട്രട്ട് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സ്ട്രട്ടിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാമ്പിങ് എഫക്റ്റ് നൽകുന്ന ഒരു പാർട്ടാണിത്. സഡനായിട്ട് നമ്മുടെ കോയിൽ സ്പ്രിങ്ങിനെ തിരിച്ച് ചാടി പോകാതെ ഹോൾഡ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഭവം കേടായിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബൂട്ട് ഇപ്പോൾ ഈ ക്രാക്ക് അയക്കുന്ന ബൂട്ട് പോലെ ഇതിനൊരു ഡാമ്പിങ് ബുഷ് ഉണ്ട്. ഈ ബൂട്ടും ഈ ഡാമ്പിങ് ബുഷും ഡാമേജ് ആയിട്ടുള്ളത് നമുക്ക് സൈഡിലൂടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഷോക്കിൻ്റെ സ്റ്റെമ്മയിൽ ഇതേപോലെ നമുക്ക് ഓയിൽ ലീക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഡ്രൈവിങ്ങിൽ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ബൗൺസ് ആകുന്നതായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രട്ട്. ഇതിൻ്റെ ടോപ്പിൽ കാണുന്ന ഈ റൗണ്ട് ഐറ്റമാണ് ഇതിൻ്റെ സ്ട്രട്ടിൻ്റെ ടോപ്പ് മൗണ്ട് ബുഷ്. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് നമ്മൾ ഈ ഫ്രണ്ട് സസ്പെൻഷനിൽ ഇതിനകത്ത് ചേഞ്ച് ചെയ്തേക്കുന്നത്. കോയിൽ സ്പ്രിങ് നല്ല ആയതിനാൽ നമ്മൾ കോയിൽ സ്പ്രിങ് റീയൂസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അടുത്ത അവസ്ഥ ഡാമ്പറിൻ്റെ അവസ്ഥയും ഇത് തന്നെ. അതായത് നമ്മുടെ ഷോക്ക് അബ്സോർവർ അല്ലെങ്കിൽ സ്ട്രട്ടിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അതിൻ്റെ ബുഷ് ഇതുപോലെ ഇടിച്ച്, അതായത് അതിൻ്റെ ഒരു ഡാമ്പിങ് കപ്പാസിറ്റി കഴിഞ്ഞിട്ട് നേരെ വന്ന് ബുഷിനിട്ടടിച്ച് ബുഷ് വരെ പൊട്ടിപ്പോയിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സംഭവം കംപ്ലയിൻറ്റ് വരുമ്പോൾ സ്ട്രെയിറ്റ് റോഡിൽ വണ്ടി ബൗൺസ് ചെയ്യും. കോർണറിങ് എടുക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് പോർഷൻ തെന്നി മാറുന്ന ഒരു എഫക്റ്റ് നമുക്ക് കാണിക്കും. അതാണ് ഈ കമ്പോണൻറ്റിന് കേട് വരുമ്പോൾ വരുന്ന ഇഷ്യൂസ്. പിന്നെ സൈഡിൽ നമുക്ക് ലീക്കുകൾ കാണാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓയിൽ സീലൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ഇതേപോലെ ഇതിലും വഴി ലീക്ക് വന്നിട്ട് ഡസ്റ്റൊക്കെ പിടിച്ച് പിന്നീട് അത് തീരെ യൂസ്ലെസ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നേക്കാം. അപ്പോൾ അത് മെജോറിറ്റി കേസിൽ നല്ല കിലോമീറ്റർ ഓടിയ വണ്ടികൾക്കാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് കണ്ടീഷൻ അതിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ. പിന്നെ അടുത്തൊരു കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോവർ റാമാണ്. അപ്പോൾ ലോവർ റാമിൽ ഇതുപോലെ ഇതിന് ഐ ബുഷ് എന്ന് പറയും. ഇതുപോലെ 2 ബുഷുകളുണ്ടാവും. പൊതുവെ ബുഷുകൾ ഉടനെ പോകാറില്ല റെനോ വണ്ടികൾക്ക്. കൂടുതലും ഇതിൻ്റെ ബോൾ ജോയിൻ്റ് ആണ് കംപ്ലയിൻറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബോൾ ജോയിൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ ബോൾ ജോയിൻറ്റിന് പ്ലേ കൂടുതൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ അത്യാവശ്യം മോശമായ റോഡിലൂടെ ഓടിക്കുകയാണെങ്കിൽ ഏത് സൈഡിലത്തെ ബോൾ ജോയിൻ്റ് ആണോ പോയിക്കുന്നത് ആ ഭാഗത്തു നിന്ന് നല്ലോണം വീലിൽ നിന്ന് ഷെയ്ക്ക് വരും. അതുപോലെ നല്ലോണം ടക്ക് ടക്ക് എന്നുള്ള ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനോട് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിവെറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ബോൾ ജോയിൻറ്റ് വരുന്നത്. റീപ്ലേസബിൾ ആയിട്ടുള്ള പാർട്സ് അവൈലബിലിറ്റി കുറവാണ്. അതിനാൽ നമ്മൾ ഇതിനകത്ത് ലോവർ ആം അസംബ്ലിയാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തേക്കുന്ന. 2 സൈഡും ലെഫ്റ്റും റൈറ്റും നമ്മൾ ലോവർ ആമിൻ്റെ അസംബ്ലി നമ്മളിതിനകത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ കാണുന്ന പോലെ ബോൾ ജോയിൻറ്റുകളാണ് കൂടുതൽ കംപ്ലയിൻ്റ് അയക്കുന്നത്. ബുഷുകൾ അത്രയും വലിയ സീനില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചൈൽഡ് പാർട്സ് അവൈലബിൾ ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ലോവർ ആം ഫുള്ള് മാറാതെ ബുഷായിട്ട് മാറാൻ സാധിച്ചേക്കാം. എന്നിരുന്നാലും അത് ഒരു തവണയൊക്കെ പറ്റുള്ളൂ. നെക്സ്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ അസംബ്ലിനെ മാറണം. ഓക്കെ, പിന്നെ ഉള്ളൊരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ബുഷ്. അതായത് ഈ ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലൈസർ ബാർ ബുഷ് എന്നാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ നെയിം. പക്ഷേ കട്ട് ബുഷ് എന്ന് പലരും വിളിക്കും. ഇതിന് ഈ സൈഡിൽ ഒരു കട്ടുള്ളത് കൊണ്ട് കട്ട് ബുഷ് എന്ന് വിളിക്കും. സ്റ്റെബിലൈസർ ബാറിനെ ഹോൾഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് ഒരു തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഓവലായി മാറും. വണ്ടിയുടെ അടിഭാഗത്തു നിന്ന് ബോഡിയിലേക്ക് ഷിവറിങ് വരുന്ന പോലെ, അത് ടക്ക് 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 എന്ന് കണ്ടിന്യൂസ് അടിപ്പ് വരുന്ന പോലെ റഫ് റോഡിലൂടെ ഓടിക്കുമ്പം അങ്ങനത്തെ ഒരു ഫീൽ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഫ്ലോറിൽ ടക്ക് 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 എന്നുള്ള ഒരു അടി നമുക്ക് കാലിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് അത് നമ്മുടെ സ്റ്റെബിലൈസർ ബാർ ബുഷിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാവാം. ഓക്കെ, പിന്നെ ഉള്ളത് ഈ ഒരു സ്റ്റെബിലൈസർ ലിങ്കാണ്. അപ്പം ഈ ഒരു വണ്ടിക്ക് ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 1 സൈഡ് സ്റ്റെബിലൈസർ ലിങ്ക് നല്ലതായിരുന്നു, മറ്റേ സൈഡ് മോശമായിരുന്നു. ഇതിനകത്ത് ഇതുപോലെ ബോൾ ജോയിൻ്റ് ആണ് വരുന്നത്. അപ്പം സ്റ്റെബിലിറ്റിയായിട്ട് ഇതിൻ്റെ പേര് പോലെ തന്നെ സ്റ്റെബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ 2 സംഭവം, ഈ ബാർ ബുഷും ഈ സ്റ്റെബിലൈസറിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വണ്ടി കോർണറിങ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് സ്റ്റെബിലിറ്റി കിട്ടാതെ ഒലയുന്ന ഒരു ഫീൽ വരും നമുക്ക്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ടാമത് എടുത്തേക്കുന്ന ഈ ഒരു സ്റ്റെബിലൈസർ ലിങ്കിൻ്റെ പ്ലേ ഭയങ്കരമായിട്ട് അങ്ങോട്ടും കൂടി പോയിട്ടുണ്ട്.
പ്ലേ വളരെ കൂടുതലാണ്, സ്റ്റിഫല്ല, ഒരു ലേശം സ്റ്റിഫ്നെസ് ഇതിന് വേണം. ചിലതിന് ഇതിന് ബൂട്ടൊക്കെ പോയിട്ട് ഇതിനുള്ളിലുള്ള ലൂബ്രിക്കൻ്റൊക്കെ പോയിട്ട് ഇത് മൊത്തത്തിൽ കേടായി പോകാറുണ്ട്. പൂർണ്ണമായിട്ട് മാറാതെ നമ്മളിപ്പം ഫുൾ വർക്ക് എടുക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് നമ്മൾ രണ്ടും ഇതിനകത്ത് ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഐറ്റമാണ് സ്റ്റിയറിങ്ങിൻ്റെ ഇന്നർ ബോൾ ജോയിൻറ്റ്. അപ്പോൾ ഇതിന് നല്ല പ്ലേ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്റ്റിയറിങ് നമ്മൾ ലെഫ്റ്റോ റൈറ്റോ തിരിക്കുമ്പോഴത്തേക്ക് ടക്ക് എന്നുള്ള നോയ്സ് വരും. അത് കൂടാണ്ട് നമ്മൾ റഫ് റോഡിലൂടെ ഓടുമ്പോഴത്തേക്ക് ടക്ക് എന്നുള്ള അടിപ്പ് നമുക്ക് സ്റ്റിയറിങ്ങിൽ ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അടിയിൽ നിന്ന് എന്തോ സാധനം തട്ടുന്ന ഒരു ഫീൽ നമുക്ക് സ്റ്റിയറിങ് വീലയിൽ ഫീൽ ചെയ്യും. അപ്പോൾ ഈ കാണുന്ന പോലെ ഇതിന് കണ്ടമാനം പ്ലേ ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനും ഈ പറഞ്ഞ പോലെ കാലപ്പഴക്കത്തിൻ്റെ ഭാഗമായിട്ടും അതേപോലെ റോഡ് കണ്ടീഷൻ അനുസരിച്ച് കേടുപാടുകൾ വരാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു സൈഡ് ഇതിൻ്റെ വളരെ മോശമാണ്, ഭയങ്കര പ്ലേ ആയിപ്പോയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട്. അതേപോലെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ് വൈബ്രേറ്റ് ചെയ്യും കേട്ടോ, ഈ സാധനം കേടാണെങ്കിൽ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, സ്റ്റിയറിങ് വൈബ്രേറ്റ് ചെയ്യും. നല്ല പ്ലേ ഉണ്ടെങ്കിൽ സ്റ്റിയറിങ് വൈബ്രേറ്റ് ചെയ്യും. അതേ തന്നെ നമ്മുടെ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ് പോയാലും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ കൂടും. അപ്പോൾ ഈ സംഭവം രണ്ടാമത്തെ സൈഡ്, അതായത് ഒരു സൈഡ് ഓൾറെഡി പ്ലേ ഉണ്ട്, മറ്റേ സൈഡ് അത്രയും പ്ലേ ഇല്ല, എന്നിരുന്നാലും ഇത് മാറുമ്പോൾ നമ്മളത് സെറ്റായിട്ട് അങ്ങ് മാറ്റിവിടുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നതിന് നല്ല പ്ലേ ഉണ്ട്, രണ്ടാമത് നമ്മുടെ കയ്യിലുള്ളതിന് ഇത്രയും അധികം പ്ലേ ഇല്ല, ഇത് ചുമ്മാ കിടന്നങ്ങ് ആടുക. ഒരു ലേശം ഒരു സ്റ്റിഫ്നെസ് ഇതിന് വേണ്ടതാണ്, അത് ഇല്ലാതായി കഴിയുമ്പോൾ നമുക്കത് മാറേണ്ടതായിട്ടുണ്ട്. കാരണം ഈ രണ്ടാമത്തേന് അത്രയും പ്ലേ ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഒറ്റ പോർഷനായിട്ട് ഒറ്റ പീസായിട്ട് മാറാത്തതിനാലാണ് നമ്മളത് രണ്ടും മാറിയിരിക്കുന്നത്. കാരണം ഒരെണ്ണം മാറ്റി വിട്ടതിന് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്തതിനൊരു കംപ്ലയിൻറ്റ് വരിക. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ പഴക്കം ചെല്ലുന്നതോറും ഇതിൻ്റെ ലൂബ്രിക്കേഷനൊക്കെ കുറഞ്ഞ് ഇതിനകത്ത് പ്രത്യേകതരം ഗ്രീസാണ് വരുന്നത്. അതുപോലെ വെള്ളമൊക്കെ ചിലപ്പോൾ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ തുരുമ്പ് വന്നിട്ട് കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഭവം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്റ്റ് ആകുന്ന നമ്മുടെ ടൈറോഡ് എൻഡ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിനകത്ത് ഇതേപോലെ ഒരു ബോൾ ജോയിൻ്റാണ് വരുന്നത്, ഒരു റബ്ബർ ബൂട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന പോലെ റബ്ബർ ബൂട്ട് ഇരുന്ന് പോയിട്ടുണ്ട്, ബോൾ ജോയിൻറ്റിന് ന്യായമായ രീതിയിലുള്ള പ്ലേ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൽ പ്ലേ വരും, വീലിന് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പ്ലേ കൂടും. അപ്പോൾ അത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ആ ഒരു പ്ലേ ഹൈ സ്പീഡിൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ ബ്രേക്ക് ചെയ്യുമ്പോഴും നമുക്ക് സ്റ്റിയറിങ്ങിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ അത്യാവശ്യം പഴക്കം ചെല്ലുന്നതനുസരിച്ച് ചെക്ക് ചെയ്ത് പ്ലേ അനുസരിച്ച് ചെക്ക് ചെയ്ത് മാറി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ രണ്ട് പാർട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില വണ്ടികൾ അത്യാവശ്യം നല്ല പഴക്കം ചെന്ന വണ്ടിയാണെങ്കിൽ ഇത് അപ്പ് ആൻഡ് ഡൗൺ, ഈ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് അല്ലാതെ അപ്പ് ആൻഡ് ഡൗണായിട്ട് ഇതിന് പ്ലേ വരും. അപ്പോൾ അങ്ങനെയും സ്റ്റിയറിംഗ് ഡൈനാമിക്സിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണത്. പിന്നെ അടുത്തായി നമുക്ക് ഇതിനകത്ത് ബാക്കിൽ നമ്മൾ മാറിയിരിക്കുന്ന ഇതിൻ്റെ റിയർ സ്ട്രട്ട് അല്ലെങ്കിൽ റിയർ ടെലിസ്കോപ്പിക് ഷോക്ക് അബ്സോർവർ എന്ന് പറയാം ഇതിനെ. റിയർ ടെലിസ്കോപ്പിക് ഷോക്ക് അബ്സോർവറായിട്ട് വന്നേക്കുന്ന ഒരു കമ്പോണൻ്റാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡാമ്പിങ് എഫക്റ്റ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സഡനായിട്ട് തിരിച്ച് നമ്മുടെ ബാക്കിലത്തെ സ്പ്രിങ്ങുകൾ തെറിക്കാനായിട്ട് ഇടയാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കിലത്തെ പോർഷൻ സ്ട്രെയിറ്റ് റോഡൊക്കെ ആണെങ്കിൽ ചെറിയ ഹമ്പ് വന്നാൽ പോലും ബാക്കിലത്തെ വണ്ടിയുടെ ബാക്ക് വശം നല്ലോണം ബൗൺസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. വീണ്ടും 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 ബാക്കിൽ നിന്ന് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൂടാതെ നമ്മൾ അത്യാവശ്യം കോർണറിങ്ങൊക്കെ നല്ലോണം വീശിയെടുക്കുകയാണെങ്കിൽ ബാക്ക് സൈഡ് അങ്ങ് തെന്നി മാറുന്ന ഒരു എഫക്റ്റ് വരും. ബാക്കിൽ നിന്ന് അങ്ങ് ഒലഞ്ഞ് വണ്ടി തെന്നി മാറുന്ന ഒരു എഫക്റ്റ് വരും. അത് ഈ ഒരു ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ രണ്ടിൻ്റെ ഹൈറ്റിലുള്ള വ്യത്യാസം കണ്ടോ. ഇതൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇതിൻ്റെ കറക്റ്റ് ഹൈറ്റ് ലെവൽ വരെ തന്നെ ഓട്ടോമാറ്റിക്കലി പൊന്തി വരേണ്ടതാണ്. പക്ഷേ അത് പോലെയല്ല. പിന്നെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതിൻ്റെ ഈ സൈഡ് കാണുന്ന പോർഷനിൽ ഓയിൽ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ന്യായമായ രീതിയിൽ, ചെറിയ ലീക്ക് കുഴപ്പമില്ല, ന്യായമായ രീതിയിൽ നല്ല ഓയിൽ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിപ്പം ഇതിൻ്റെ ഡാമ്പിങ് എഫക്റ്റ് അത്യാവശ്യം ഡൗൺ ആണ്. എനിക്ക് തോന്നുന്നു ബിലോ 30% എന്ന് വേണേൽ രീതിയിൽ പറയാം, അത്രയ്ക്കും മോശമായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഭവം നമ്മൾ ഈ ഒരു രണ്ട് ടെലിസ്കോപ്പിക് ഷോക്ക് അബ്സർവർ നമ്മൾ പുറകിൽ നിന്ന് മാറിയിട്ടുണ്ട്. ബാക്കിലെ ബുഷുകളും ട്രെയിലിംഗ് ആമൊക്കെ നല്ല കണ്ടീഷനാണ്, മാറേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മാറേണ്ടി വരുന്ന പാർട്സുകളുടെ അടിസ്ഥാനത്തിൽ വരും. അപ്പം ചില വണ്ടികൾക്ക് ഇത്രയും കമ്പോണൻറ്റ് മാറേണ്ടി വരികയില്ല, ചില വണ്ടികൾക്ക് ഇതിനേക്കാളും കൂടുതൽ മറ്റ് പല കമ്പോണൻറ്റ്സ് മാറേണ്ടി വന്നേക്കാം, അതുപോലെ കോസ്റ്റ് ഡിഫറൻസ് വന്നേക്കാം കേട്ടോ. അപ്പം ഈ ഒരു കേസ് ക്യാപ്ചർ ഓണേഴ്സിന് എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൊണ്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.